യഹൂദ കലണ്ടർ ചാന്ദ്രമാസപ്രകാരമായതിനാൽ ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിക്കും അവസാനിക്കുന്നത് അടുത്ത ദിവസം വൈകുന്നേരം 6 മണിക്കുമാണ്. അതിനാൽ ഈശോ പെസഹ ആചരിച്ച വ്യാഴാഴ്ച വൈകുന്നേരവും വെള്ളിയാഴ്ച പകലും യഹൂദരുടെ ഒറ്റ ദിവസമായാണ് കണക്കാക്കുന്നത്. എന്നാൽ പകൽ തുടങ്ങുന്നത് രാവിലെ 6 മണിക്കായതിനാൽ അവർ 6-ാം മണിക്കൂർ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കും 9-ാം മണിക്കൂർ എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കുമാണ്. ബലിയർപ്പിക്കുവാൻ പോകുമ്പോഴുള്ള ഒരുക്കം. കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ആത്മീയമായും മാനസികമായും ശാരീരികമായും നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട്. നാം കുർബാനയ്ക്കായി ദൈവാലയത്തിലേക്ക് പോകുന്നത് ഏറ്റവും വലിയ തീർത്ഥാടനമാണ്. ഒരുക്കത്തോടെയായിരിക്കണം നമ്മുടെ ഈ യാത്ര. ബലിയർപ്പണത്തിനു വേണ്ടി ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ബലിയർപ്പിക്കുവാനുള്ള ബലിവസ്തു നാം കൊണ്ടുപോകണം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലിവസ്തു നശിച്ചു പോകുവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യന്റെ ആത്മാവാണ്. ഒരു വൈദികനെയോ സമർപ്പിതനെയോ സമർപ്പിതയെയോ ബലിവസ്തുവാക്കുന്നത് നല്ലതാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ ബലിവസ്തു കൊണ്ടുപോകുക. ദൈവാലയത്തിൽ പ്രവേശിച്ചാൽ ഉടനെ ചെയ്യേണ്ടത് എന്താണ്? ദൈവാലയത്തിൽ പ്രവേശിച്ചാൽ ഉടൻ ശിരസ് നമിച്ച് നമ്മെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. തുടർന്ന് കുരിശു വരച്ചതിന് ശേഷം ബലിവസ്തു, അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ആത്മാവ്, ഈശോയ്ക്ക് സമർപ്പിക്കുക. കുർബാന തുടങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും മുമ്പ് ദൈവാലയത്തിൽ എത്തുവാൻ ശ്രദ്ധിക്കുക. 10 മിനിറ്റ് മുമ്പ് എത്തുവാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ഇന്ന് ദിവ്യബലിക്ക് വരുവാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുക. അൾത്താരയുടെ മുമ്പിൽ അധികം അകലെയല്ലാതെ നിൽക്കുക. മനസ്താപ പ്രകടനം ചൊല്ലുക. ചെയ്തുപോയ ലഘുപാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുക. ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും തന്നോട് വിരോധമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി രമ്യതപ്പെടണം. മാരക പാപങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കുക. ഇന്നേ ദിവസം ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിയോഗങ്ങൾ ഇവ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. സ്വന്തം കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക. അവർ അകലെയാണെങ്കിലും എല്ലാവരും തൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള 4 മുൻ തലമുറകളിലെ വ്യക്തികളെ സമർപ്പിക്കുക. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങുന്ന ശുദ്ധീകരണ ആത്മാക്കൾ ദൈവാലയത്തിൽ നമ്മുടെ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ കുർബാനയിൽ ഭയഭക്തി ബഹുമാനത്തോടെ പങ്കെടുക്കുന്നതിനുള്ള കൃപയ്ക്കായി ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വാസം കൂടുതൽ ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം.